വേറൊന്നിനുമല്ല, ഇറച്ചിയും ചോറും കഴിക്കാനാണ്. നീ ഇന്ന് ഇവിടെ ഇരിക്കുകയുള്ളൂ, നിനക്ക് ഇറച്ചിയില്ല ചോറുമില്ല. ഓ, എന്നും എന്നായിട്ട് കഷ്ടപ്പെടുത്തണല്ല. ഇന്നില്ല, ചോറില്ല, ഇറച്ചി വേവട്ട്. നിന്നെ നോക്കിക്കോ, കൊതി പിടിപ്പിച്ച് നിനക്ക് ചോറ് തരാതിരിക്കും. നീ എന്നെ കഷ്ടപ്പെടുത്തണേന് ഇന്ന് നിന്റെ മുമ്പ് കൊണ്ട് ഞാൻ ചോറ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ഇറച്ചി രണ്ടെടുത്തിന്ന് എഴിക്കാത്ത ഒരാൾ എന്നെ കണ്ടോളൂ. നിങ്ങൾ കാണണം, ഇന്ന് അവൻ എൻ്റെ ഫുഡിൻ്റെ കൂടെ വരും, എന്നെയും കൊണ്ടുപോകും. ഇന്ന് അവൻ്റെ ചൊടി നിങ്ങൾ നോക്കണം. ഇവിടെ ഇറച്ചിൻ്റെ മണം അടിച്ചപ്പോഴേ എൻ്റെ കൂടി ചെവിയും താത്ത്. എന്തൊരു സ്പീഡൊന്ന് നോക്കണേ. ഇന്നലെ വരെ നിങ്ങൾ കാണണം അവൻ്റെ വരവും ഇതൊക്കെ. ഓ, അവനെ കളിയാക്കിയത് അവനത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എങ്കിൽ ഞാൻ വരണമെന്ന് കാണിച്ചു തരാമെന്നായിരിക്കും. നമ്മ വാരിയും കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഒരരിയേ അവൻ കഴിച്ചോളൂ. കണ്ടല്ലോ അവന്. ഇറച്ചി അവൻ ഇറച്ചി കഷ്ണങ്ങൾ മാത്രം തിന്നിട്ട് ചോറ് അടിക്കില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വിരവിയാണേ ഇറച്ചി കൈ കൊണ്ട് നല്ലോണം പിച്ചിട്ട് ചെറുതായിട്ട് കത്തിയിട്ടൊക്കെ അരിഞ്ഞ് അതിൽ ചോറിൽ മൊത്തമാക്കി വെച്ചു കൊടുത്തു. ഇനി അവൻ കഴിക്കണമെന്ന് കാണട്ടെ. ഇടയ്ക്കിടയ്ക്ക് അവൻ തപ്പി നോക്കുന്നുണ്ട്, കഷ്ണങ്ങളൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഇന്ന് രാവിലെ ഇവ നമ്മളെ വിട്ട് പറ്റിച്ചിറങ്ങി ഓടിയേട്ടാ. വേറൊന്നുമല്ല, രാവിലെ നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് നേരം പൂട്ടിയിടും. കാരണം ചേട്ടന് ഇത് ജോലിക്ക് പോണതിന് മുന്നേ ആകുമ്പം അറിയാൻ പറ്റൂല. അവസാനം പല പ്രാവശ്യം ഇറങ്ങി ഓടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിനകത്ത് എവിടെയെങ്കിലും കിടക്കും, നമ്മൾ ഗേറ്റ് തുറന്ന് കൊടുക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ചാടി വരും. അതുകൊണ്ട് എന്നും ഇങ്ങനെ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് രാവിലെ ഒരു 7 മണി മുതൽ 8 മണി വരെ കെട്ടിയിടും. ചേട്ടൻ പോയതിന് ശേഷം ഒരേ വിളി, എന്നെ തുറന്നു വിടുമെന്ന്. അകത്തുനിന്ന് എനിക്ക് ഒരു നിവൃത്തിയില്ല. പിന്നെ ചേട്ടൻ പോകുന്ന നേരം മിണ്ടാതെ കിടക്കും. ചേട്ടനും പോയി കഴിഞ്ഞാൽ പിന്നെ അവനൊരു വിളിയാണ്. അതുകൊണ്ട് ചോറൊക്കെ കഴിച്ചിട്ട് നല്ല ക്ഷീണം കേട്ടോ കൊച്ചിന്. ഇന്ന് ഒറ്റയ്ക്ക് കഴിച്ചതിൻ്റെ ക്ഷീണം എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വലിയ ഇവൻ്റെ കൂടെയുള്ള വിശ്വാസം കാരണം ഞാൻ ഇവന് ഇങ്ങനെ തൊടലൂരിയിട്ട് വലിയ കാര്യത്തിൽ ഞാൻ ഗേറ്റ് അടയ്ക്കാൻ പോയത്. എൻ്റെ ബാക്കിൽ നിന്ന് ഒറ്റ കണ്ണടച്ച് തുറക്കും മുമ്പേ അവ ഇറങ്ങി ഓടിക്കളഞ്ഞു. പക്ഷേ കൂടുതലൊന്നും ദൂരം പോകില്ല. ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എന്നെ നോക്കിയിരിക്കും, അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ എന്നൊക്കെ. പിന്നെ കുഞ്ഞു വന്നപ്പം ഗുണ്ടുവേന്നൊരു വിളിച്ചത് അവളെ ഓടി വന്ന് അവളെ പുറത്തോട്ട് ഒരു ചാട്ടം ചാടി കൊടുത്തു. അങ്ങനെയാണ് ഇന്ന് എടുത്തുകൊണ്ട് വന്നത്.